ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവീ ക്ഷേത്രത്തിൻ്റെ കഥയാണ്. കേട്ടാൽ തന്നെ നമ്മളിൽ അത്ഭുതമുണർത്തുന്ന ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവകഥ. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാമ്പ്. പ്രഭാതത്തിൽ സരസ്വതി ദേവിയായും ഉച്ചയ്ക്ക് കാളി ദേവിയായും വൈകുന്നേരം ദുർഗാദേവിയായും കൂടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് വളരെ അവിശ്വസനീയമായിട്ടുള്ള ഒരു ഉത്ഭവ കഥയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലം ഒരു കാടായിരുന്നു. അന്ന് അവിടെ താമസിച്ചിരുന്നത് മല അരയന്മാരായിരുന്നു. കണ്ണപ്പൻ എന്നൊരാളായിരുന്നു ഈ മല അരയന്മാരുടെ നേതാവ്. അയാൾ വളരെ ഭീകരനും മൃഗങ്ങളെ ബലി കൊടുക്കുന്നവനുമായിരുന്നു. അന്യദേശത്ത് നിന്ന് കന്നുകാലികളെ തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഭദ്രകാളിക്ക് ബലി അർപ്പിക്കുക എന്നത് അയാളുടെ ആചാര അനുഷ്ഠാനമായിരുന്നു. അയാളുടെ ഭാര്യ മരിച്ചു പോയിരുന്നെങ്കിലും ഒരു മകൾ അയാൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം അയാളുടെ കുടിലിലേക്ക് ഒരു പശുക്കിടാവ് വന്നു കയറിയുണ്ടായി. ആ പശുക്കിടാവിനെ അയാളുടെ മകൾ വളരെ സ്നേഹത്തോടെ പരിപാലിച്ചു. ആ പശുക്കിടാവും ആ പെൺകുട്ടിയും വളരെയധികം സൗഹൃദത്തിലായി. അങ്ങനെയിരിക്കെ ഒരിക്കൽ ബലി കൊടുക്കാൻ കന്നുകാലികളെ കണ്ണപ്പന് കിട്ടാതായി. തൻ്റെ വീട്ടിലുള്ള പശുവിനെ ബലി കൊടുക്കാൻ അയാൾ തീരുമാനിക്കുകയാണ്. ബലി കൊടുക്കുന്ന ദിവസം കണ്ണപ്പൻ്റെ മകൾ ആ സ്ഥലത്തേക്ക് ഓടി വരുന്നു. പശുവിന് പകരം തന്നെ ബലി കൊടുക്കാൻ അവൾ ആവശ്യപ്പെടുകയാണ്. അത് കണ്ണപ്പനെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. മൃഗങ്ങളും മനുഷ്യരെ പോലെ ജീവനുള്ളവയാണെന്നും അവ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും കണ്ണപ്പന് ബോധ്യപ്പെട്ടു. അങ്ങനെ അയാൾ ആ പശുവിനെ വെറുതെ വിട്ടു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും കണ്ണപ്പൻ്റെ മകൾ അകാല ചരമം പ്രാപിച്ചു. എങ്കിലും മകളുടെ ഓർമ്മയ്ക്ക് ആ പശുവിനെ വളർത്തി അയാൾ ജീവിതം കഴിഞ്ഞു പോകും. ഒരു ദിവസം കണ്ണപ്പൻ വളരെ അമാനുഷികമായിട്ടുള്ളൊരു സ്വപ്നം കണ്ടു. തൻ്റെ തൊഴുത്തിൽ കിടന്ന പശു ഒരു ശിലയായി മാറിയിരിക്കുന്നു. അതിനപ്പുറത്ത് ദിവ്യനായിട്ടുള്ളൊരു സന്യാസി വന്ന് നിൽക്കുകയാണ്. ഞെട്ടി ഉണർന്ന കണ്ണപ്പൻ നേരെ തൊഴുത്തിലോട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇത് തന്നെയായിരുന്നു. തൻ്റെ പശു കിടന്ന സ്ഥലത്ത് ഒരു ശില കിടക്കുന്നു. അതിനപ്പുറം വളരെ ദിവ്യനായിട്ടുള്ളൊരു സന്യാസി നിൽപ്പുണ്ടായിരുന്നു. ആ സന്യാസി കണ്ണപ്പനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. നീ ഇത്രയും നാൾ വളർത്തിയത് ഒരു സാധാരണ പശുവിനെ അല്ലെന്നും അത് ലക്ഷ്മി ദേവി തന്നെ ആയിരുന്നെന്നും അവനോട് പറഞ്ഞു. ഇപ്പോൾ ഈ തൊഴുത്തിൽ കിടക്കുന്ന ശില ലക്ഷ്മി നാരായണ ചൈതന്യമുള്ളതാണെന്നും അത് നീ എന്നേക്കും പൂജിക്കണമെന്നും പറഞ്ഞിട്ട് ആ സന്യാസി അവിടെ നിന്ന് അപ്രത്യക്ഷനായി. കണ്ണപ്പനത് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അവനത് അവരുടെ ഊരിലുള്ള എല്ലാവരോടും പറയുകയാണ്. എല്ലാവരും വന്ന് ആ ലക്ഷ്മി നാരായണ ചൈതന്യത്തെ നിരന്തരം പൂജിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞുപോയി. കണ്ണപ്പനും മരണപ്പെട്ടു. ആ സ്ഥലമെല്ലാം കാട് കൊണ്ട് മൂടി. അവിടെ മുഴുവൻ പുല്ല് വളർന്നു നിന്നു. പിന്നീട് പല തലമുറകൾ കഴിഞ്ഞു. ഒരിക്കൽ കുറച്ച് പുലയ സ്ത്രീകൾ അവിടെ പുല്ല് ചെത്താനായിട്ട് വരികയാണ്. അതിലൊരു സ്ത്രീ അവരുടെ അരിവാള് രാകാനായിട്ട് അവിടെ കണ്ട ഒരു പാറയിൽ വാള് വെച്ച് ഉരയ്ക്കുകയായിരുന്നു. ആ സമയത്ത് ആ പാറയിൽ നിന്ന് അങ്ങേയറ്റം രക്തം പ്രവഹിക്കുന്നത് കണ്ട് അവരെല്ലാം വളരെയധികം അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രമാണിയായിരുന്ന ഏടാട്ട് നമ്പൂതിരി അവിടേക്ക് ഓടിയെത്തി. ഒരു മന്ത്രവാദിയായിരുന്ന അദ്ദേഹം തൻ്റെ ജ്ഞാനശക്തി കൊണ്ട് അതിൽ ലക്ഷ്മി നാരായണ സ്വാമിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന 9 ഇല്ലക്കാർ ചേർന്ന് അവിടെ ഒരു ദേവീ ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ആ ക്ഷേത്രമാണ് പിൽക്കാലത്ത് ചോറ്റാനിക്കര ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടത്. ചോറ്റാനിക്കര ദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥ അവിടുത്തെ ഭക്തനായ ഗുപ്തൻ നമ്പൂതിരിക്ക് നേരിട്ട ഒരു ദുരനുഭവമാണ്. അദ്ദേഹം വളരെയധികം പണ്ഡിതനായിരുന്നു. കഥകളി ഇഷ്ടപ്പെടുന്ന ആളുമായിരുന്നു. ഒരു ദിവസം രാത്രി അദ്ദേഹം കഥകളി കാണാനായിട്ട് ഇല്ലത്ത് നിന്ന് പുറപ്പെട്ടു. തൃപ്പൂണിത്തറയിലേക്കായിരുന്നു യാത്ര. തൻ്റെ ഗുരുവായ കോശാപ്പള്ളി നമ്പൂതിരിക്ക് കൊടുക്കാനായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദേവി മഹാത്മ്യവും കരുതിയിരുന്നു. ഇരുട്ട് നിറഞ്ഞ പാതയിലൂടെ ഒരു പന്തവും പിടിച്ച് അദ്ദേഹം നടന്നു തുടങ്ങി. നടന്ന് ക്ഷീണിച്ച അദ്ദേഹം അടുത്ത് കണ്ട ഒരു പാലമരത്തിന് ചുവട്ടിൽ ഇരിക്കാനായിട്ട് തുടങ്ങി. അവിടെ നിന്നൊന്ന് മുറുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഒരു സ്ത്രീ ശബ്ദം അദ്ദേഹം കേൾക്കാനായിട്ട് ഇടയായത്. അദ്ദേഹത്തിന് സ്ത്രീകളോട് ഒരു പ്രത്യേക താല്പര്യം തന്നെ ഉണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ അതിസുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. കാമാക്ഷി വാര്യസ്യാർ എന്നാണ് അവരവരെ സ്വയം പരിചയപ്പെടുത്തിയത്. എനിക്ക് കഥകളി കാണാൻ ആഗ്രഹമുണ്ടെന്നും ഞാനും അങ്ങയോടൊപ്പം പോന്നോട്ടെ എന്നും വളരെയധികം ശൃംഗാരഭാവത്തോടെ അവർ ഗുപ്തൻ നമ്പൂതിരിയോട് ചോദിച്ചു. ഗുപ്തൻ നമ്പൂതിരിക്ക് വളരെയധികം സന്തോഷമായി. തൻ്റെ കൂടെ ഒരു സ്ത്രീ വരുന്നത് അദ്ദേഹത്തിന് അത്രയധികം അഭിമാനകരമായിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ തൻ്റെ ഗുരുവിനെ ഒന്ന് കാണണമെന്നും
ഈ ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന് ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ ഏൽപ്പിച്ചു വരാമെന്ന് പറഞ്ഞ് കാമാക്ഷി വാരസ്യാരും അദ്ദേഹത്തോടൊപ്പം കൂടെ കൂട്ടി. അവർ വളരെ വേഗത്തിൽ നടന്ന് നമ്പൂതിരിയുടെ വീട്ടിലെത്തി. പക്ഷേ കാമാക്ഷി വാരസ്യാർ അകത്തേക്ക് കയറാനായിട്ട് തയ്യാറായില്ല. ഗുപ്തൻ നമ്പൂതിരി വളരെ പെട്ടെന്ന് ഗുരുവിനടുത്തെത്തി ദേവി മഹാത്മ്യം ഏൽപ്പിച്ചു. കുറച്ച് കഴിഞ്ഞു പോകാമെന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ തന്നെ കാത്ത ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് ഗുപ്തൻ നമ്പൂതിരി പറഞ്ഞു. നിന്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു സാധാരണ സ്ത്രീയല്ല, അതൊരു യക്ഷിയാണെന്ന് കോശാപ്പള്ളി നമ്പൂതിരി ഗുപ്തൻ നമ്പൂതിരിയോട് പറയാം. ഗുപ്തൻ നമ്പൂതിരി അത് വിശ്വസിക്കുന്നില്ല. എന്നെ തൊട്ടുകൊണ്ട് ആ സ്ത്രീയെ നോക്കാൻ കോശാപ്പള്ളി നമ്പൂതിരി പറഞ്ഞപ്പോൾ ഗുപ്തൻ നമ്പൂതിരി നോക്കുകയും വളരെ പെട്ടെന്ന് ഉഗ്രരൂപിണിയായ യക്ഷിയെ അയാൾ കാണുകയും ചെയ്തു. ഈ ദേവി മഹാത്മ്യം നിന്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രമാണ് നീ ജീവനോടെ ഇതുവരെ എത്തിയത് എന്ന് കോശാപ്പള്ളി നമ്പൂതിരി പറഞ്ഞപ്പോൾ ഗുപ്തൻ നമ്പൂതിരി പേടിച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങി. അവളെ തളയ്ക്കണമെന്ന് ഗുപ്തൻ നമ്പൂതിരി കോശാപ്പള്ളി നമ്പൂതിരിയോട് ആവശ്യപ്പെട്ടു. അത് തന്നെ കൊണ്ട് സാധ്യമല്ലെന്നും ചോറ്റാനിക്കര ദേവിക്ക് മാത്രമേ ഇനി നിന്നെ രക്ഷിക്കാൻ പറ്റൂ എന്നും കോശാപ്പള്ളി നമ്പൂതിരി അദ്ദേഹത്തോട് പറഞ്ഞു. ജപിച്ച 12 കല്ലുകൾ ഗുപ്തൻ നമ്പൂതിരി കൊടുക്കുകയും ഈ ഓരോ കല്ലുകളും ദേവീനാമം ചൊല്ലിക്കൊണ്ട് അവളുടെ പിറകിലേട്ട് എറിയണമെന്നും പറയുകയാണ്. അങ്ങേയറ്റം ഭയമുണ്ടെങ്കിലും ഈ മാന്ത്രിക കല്ലുകൾ തന്നെ രക്ഷിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. യക്ഷി കൂടുതൽ അടുത്തേക്ക് വരുമ്പോഴും ആ കല്ലുകൾ ദേവീനാമം ചൊല്ലി പിറകേട്ട് എറിയാനായിട്ട് തുടങ്ങി. എന്നാൽ ഭയം കൊണ്ട് വളരെ വേഗത്തിൽ കല്ലുകൾ എറിഞ്ഞെറിഞ്ഞ് അദ്ദേഹം തീർന്നു. പിന്നീട് എന്തു ചെയ്യണമെന്നറിയാതെ അദ്ദേഹം പോകുമ്പോഴാണ് മറ്റൊരു ഇല്ലം അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കാണുന്നത്. അതിമാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയുടെ മനയായിരുന്നു അത്. അവിടേക്ക് ഓടിച്ചെന്ന് അദ്ദേഹം തൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു. പള്ളിപ്പുറത്ത് നമ്പൂതിരി കുളിച്ച് ഈറനോടെ വന്ന് നാമം ജപിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈറൻ തോർത്ത് ഗുപ്തന് കൊടുത്തു. ഇത് നീ വീശിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്തണം എന്ന് പറഞ്ഞു. ഈ തോർത്ത് കയ്യിലുള്ളിടത്തോളം കാലം യക്ഷിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും, പക്ഷേ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വിഴുപ്പ് തോർത്ത് കളയണമെന്നും അതിനുശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാവൂ എന്നും നമ്പൂതിരി ഗുപ്തനോട് പറയുകയാണ്. തോർത്തും ചുറ്റിപ്പിടിച്ച് ഗുപ്തൻ നമ്പൂതിരി നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെത്തി. ക്ഷേത്രം അപ്പോൾ തുറന്നു കിടക്കുകയായിരുന്നു. പക്ഷേ തോർത്ത് കളഞ്ഞ് അകത്തേക്ക് കയറുന്നതിനിടയിൽ യക്ഷി ഗുപ്തൻ നമ്പൂതിരിയുടെ കാലിൽ പിടിക്കാനായിട്ട് തുടങ്ങി. ഗുപ്തൻ നമ്പൂതിരി ഉറക്കെ ദേവിയെ വിളിച്ചു കരഞ്ഞു. തൻ്റെ ഭക്തന്റെ വേദന കണ്ട ദേവി അവിടെ പ്രത്യക്ഷപ്പെടുകയും പള്ളിവാള് കൊണ്ട് യക്ഷിയെ നിഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് ആ യക്ഷിയെ ദേവതാ സങ്കല്പത്തിൽ അടുത്തുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിൽ കുടിയിരുത്തി എന്നത് ചരിത്രം. ഇനി മറ്റൊരു ചരിത്ര കഥ ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ടതാണ്. അതീവ ദേവി ഭക്തനായ ശങ്കരാചാര്യർ ഒരിക്കൽ കുടജാദ്രിയിലിരുന്ന് ദേവിയെ തപസ് ചെയ്യുകയും സരസ്വതി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ നാടായ കേരളത്തിൽ ദേവിയുടെ സാന്നിധ്യമില്ലെന്നും എന്നേക്കുമായി അവിടുന്ന് അവിടേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തൻ്റെ മകനായ ശങ്കരാചാര്യരുടെ ഇഷ്ടത്തിന് വഴങ്ങി ദേവി അദ്ദേഹത്തിൻ്റെ കൂടെ പോകാനായിട്ട് തയ്യാറാവുകയാണ്. എന്നാൽ ഒരു കാര്യം ദേവി പ്രത്യേകം ശങ്കരാചാര്യരോട് പറഞ്ഞിരുന്നു. ഞാൻ നിന്റെ പിറകെ വന്നുകൊള്ളാം, പക്ഷെ എപ്പോഴെങ്കിലും നീ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ നിന്നോടൊപ്പം വരികയില്ല, ഞാൻ ആ സ്ഥലത്ത് തന്നെ കൂടിയിരിക്കുകയും ചെയ്യും. ശങ്കരാചാര്യ ഇത് സമ്മതിച്ചു. മറ്റു പലതും മുന്നിൽ കണ്ടാണ് ദേവി ഇത് പറഞ്ഞതെന്ന് ചിന്തിക്കാനുള്ള ശേഷി ശങ്കരാചാര്യർക്കില്ലായിരുന്നു. ശങ്കരാചാര്യർ പതുക്കെ നടന്ന് നീങ്ങി. അതിൻ്റെ തൊട്ടുപിറകെ ദേവി ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ദേവിയുടെ പാദസരത്തിൻ്റെ ശബ്ദം കേൾക്കാതെയായി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി പിറകിൽ തന്നെ ഉണ്ടായിരുന്നു. നീ എന്തിനാണ് ഇപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കിയത് എന്ന് ശങ്കരാചാര്യരോട് ദേവി ചോദിച്ചു. അപ്പോൾ അവർ എത്തിയ സ്ഥലം കൊല്ലൂരായിരുന്നു. പിന്നീട് ദേവി അവിടെ കുടികൊണ്ടു എന്നത് ചരിത്രം. അത് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമായി തീർന്നു. എന്നാൽ ശങ്കരാചാര്യർ വീണ്ടും ദേവിയോട് അപേക്ഷിച്ചു. അവിടുത്തെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചു. ശങ്കരാചാര്യരുടെ ഭക്തിയിൽ അങ്ങേയറ്റം സംതൃപ്തിയായ ദേവി, എങ്കിൽ ചോറ്റാനിക്കരയിൽ എല്ലാ ദിവസവും രാവിലെ എൻ്റെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് ശങ്കരാചാര്യർക്ക് വാക്കുകൊടുക്കുന്നു. ഇങ്ങനെ അനവധി കഥകൾ ഈ ദിവ്യക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. മാനസിക രോഗമുള്ളവരും ബാധാദോഷങ്ങളാൽ പ്രതിസന്ധിയിലാവുന്നവരുമൊക്കെ ഈ ക്ഷേത്രത്തിൽ വരികയും അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയും ചെയ്യും. നമ്മുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പുതിയ കഥകളുമായി വീണ്ടും കണ്ടുമുട്ടാം. Till then, goodbye.